നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈയിടെ നമ്മൾ ഗ്രോ ആപ്പും ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസും തമ്മിലുള്ള ഒരു സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കേട്ടു. പക്ഷേ സെബി അന്തിമമായിട്ട് അതിലൊരു റിപ്പോർട്ടുകളും വിശദീകരണങ്ങളും ഒന്നും നൽകിയിട്ടില്ല. സോ അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്നിരുന്നാൽ പ്രതിയും നമ്മുടെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മുടെ നെറ്റ് അസറ്റ് വാല്യൂ NAV വാല്യൂ നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യുകയും നമ്മുടെ ബ്രോക്കറേജ് ആപ്പിൽ കൂടെ കാണുന്നവ കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യാനായിട്ട് നമ്മൾ ക്യാംസിൻ്റെയും KFinTechൻ്റെയും ആപ്പുകൾ വഴി നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളിവിടെ സംസാരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്നൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിനെ കുറിച്ചാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെ SIP ആകട്ടെ ETF ആകട്ടെ ഏത് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ടും അതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂവും അതിൻ്റെ പുതിയൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും 43 ഫണ്ട് ഹൗസുകളുടെയും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ക്യാംസും KFinTechും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണിത്. ഇതുവഴി നമുക്ക് എല്ലാ മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷനുകളും നമുക്ക് ട്രാക്ക് ചെയ്യുകയും മ്യൂച്വൽ ഫണ്ട് സർവീസ് റിക്വസ്റ്റുകളും പുതിയ റിഡംഷനും അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുക, ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിന്ന് മറ്റൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് സ്വിച്ച് ചെയ്യുകയോ അതുമല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയോ എന്തുമാകാം. ഇതിനുവേണ്ടി ഒന്നെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന വെബ്സൈറ്റിൽ നമുക്ക് കയറാം, അവിടെ സൈനപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അവിടെ ജസ്റ്റ് സൈനപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ വീണ്ടും ലോഗിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡും OTP അതും വെച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു ഓവർവ്യൂ പോർട്ട്ഫോളിയോ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കറക്റ്റായിട്ടുള്ള നെറ്റ് അസറ്റ് വാല്യൂ നമുക്ക് നമ്മുടെ ബ്രോക്കറേജ് ആപ്പുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയും കറക്റ്റായിട്ടുള്ള പോർട്ട്ഫോളിയോ നമുക്ക് ഇവിടെ നിരീക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് റിഡംഷനും അല്ലെങ്കിൽ സ്വിച്ച് ഓവർ ചെയ്യുകയും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഈ മാൻഡേറ്റ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഇവയെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. 43 മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നിലവിലുണ്ട്. ആ മ്യൂച്വൽ ഹൗസുകളുടെ എല്ലാ ഫണ്ടുകളും നമുക്കിവിടെ ട്രാക്ക് ചെയ്യുകയും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാ പരിപാടിയും നമുക്ക് ചെയ്യാവുന്നതാണ്. സോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്നൊരു ആപ്പ് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കാമുകളെക്കുറിച്ചും മറ്റും അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്നൊരു ആപ്പ് നിലവിലുണ്ട്. ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ആപ്പ് വഴി നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളെ ട്രാക്ക് ചെയ്യുകയും പോർട്ട്ഫോളിയോകളും നമുക്ക് നോക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സർവീസ് റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും അതിൻ്റെ ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ പ്രൊസീജിയറൊക്കെ ട്രാക്ക് ചെയ്യുകയും ചെയ്യാം.